ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹോട്ടലിൽ അസ്റ്റോരിയയിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് നമ്മളൊന്ന് ഫ്രഷായി പുറത്തിറങ്ങിയത് കണ്ടോ. നേരെ മുമ്പിൽ തന്നെയാണ് കോപ്പൻഹാഗൻ സെൻട്രൽ സ്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫുഡ് കഴിക്കാൻ ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ അതായത് ബർഗർ കിങ്, KFC, മക്ഡൊണാൾഡ്സ് ഇങ്ങനത്തെ ഒന്ന് അടിച്ചു നോക്കി. ഇതൊക്കെ ഒരുപാടുണ്ട് ഈ അടുത്ത്. അപ്പം നേരെ ഇനി നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാന്നുള്ളതാ. KFC നോക്കട്ടെ, അവിടുന്ന് ഒരു 300 മീറ്റർ ഉണ്ട് എന്നുള്ളത് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈവനിങ്ങിലാവുമ്പോഴാണ് ഇങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി വരുന്നത്. നമ്മൾ സ്റ്റേഷനിലും നമ്മൾ ഹോട്ടലിൻ്റെ അവിടെയൊക്കെ വളരെ കാലിയായി കിടക്കുക. വേഗം നടന്നോ. ഇതാണ് തിവോളി ഗാർഡൻ ഉണ്ടല്ലോ. തിവോളി ഗാർഡൻ കണ്ടോ. തിവോളി യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് പാർക്കാണിത്. തിവോളി ഗാർഡൻ എന്ന് പറയുന്നത് അമ്യൂസ്മെന്റ് പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് നോക്കണമല്ലേ, നമുക്ക് ലാസ്റ്റ് ഡേറ്റ് അതിലൊന്ന് കയറണം അല്ലേ. ഇന്നിപ്പോ വൈകുന്നേരമായി. ഫോട്ടക്സ് സിറ്റിയോ? ഫോട്ടക്സ് സിറ്റി എന്താ? സൂപ്പർ മാർക്കറ്റാ? കോഫി ഷോപ്പാണ്. എന്താ നമ്മളിപ്പോൾ സെൻട്രൽ സ്ക്വയർ പോലത്തെ ഒരു ഏരിയയിൽ പറ്റി. ഇവിടെ നല്ലൊരു വൈബ് തന്നെ അല്ലേ. ഒരുപാട് ടൂറിസ്റ്റുകൾ. പിന്നെ നമുക്ക് കാണാൻ ബർഗർ കിങ്, KFC ഒക്കെ അവിടെ കാണാം. പിന്നെ ട്രാം, പബ്ലിക് ട്രാൻസ്പോർട്ട്, ബസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നമ്മൾ മെയിൻ സ്ക്വയറിലപ്പോൾ ഉള്ളത്. നമ്മൾ ഇതിങ്ങനെ ഹോട്ടലിൽ കയറാമെന്നുള്ളതിൽ ഒരു കാര്യം മറന്നുപോയി. നമ്മളിവിടെ കറൻസി എക്സ്ചേഞ്ച് ആക്കണം. നമ്മളെ കയ്യിലുള്ള യൂറോ ആണ്. നമ്മളത് മറന്നു. ഇവിടെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ കുറച്ചൊരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു കറൻസി എക്സ്ചേഞ്ച് സെൻറ്റർ കാണുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് വേണം പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇവിടെ എവിടെ ആണ് കറൻസി എക്സ്ചേഞ്ച് കാണിക്കുന്നത്? അതാ എക്സ്ചേഞ്ച് മണി. ശരി, ബസ്സിൽ അപ്പോൾ നമ്മൾ കുറച്ച് കറൻസി മാറി. അപ്പോൾ ഇവിടുന്ന് മാറിയപ്പോൾ ഞാൻ ഇവിടുന്ന് അടിച്ചു നോക്കിയപ്പോൾ 1 യൂറോ എന്ന് പറഞ്ഞാൽ ക്രോണാണ്. ഡെൻമാർക്ക് ക്രോണ് വരുന്നത് 7.2 അങ്ങനെ എന്താണ് കാണിക്കുന്നത്. പക്ഷേ ഇവരിപ്പോൾ നമുക്ക് തന്നിട്ടുള്ള 6.10 ആണ്. അത് നമ്മൾ പിന്നെ അർജൻറ്റ് അതിനെക്കൊണ്ട് കുറച്ച് മാറിയതാണ്. ഒരുപാട് മാറിയിട്ടുമില്ല, കാരണം അത് ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ തോന്നിയേ. ഇതോ KFC, ബർഗർ കിങ് അടുത്തുണ്ട്. പക്ഷെ KFC അല്ല ഒന്നും കൂടി നന്നാണ്. കയറും. അത് റേറ്റ് കണ്ടില്ലേ, 89 ക്രോണ്, 92 ക്രോണ്. അതായത് നമ്മൾ എന്ത് വാങ്ങിക്കുമ്പോഴും അത് ഇൻറ്റു 13 അടിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാക്കാം ഇവിടുത്തെ റേറ്റ്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മളിപ്പം ഇവിടെ ഇപ്പോൾ നോക്കിയപ്പോൾ 1-2 സ്ഥലങ്ങൾ മെയിനായിട്ടുള്ളുണ്ട്. പിന്നെ ഒരു റൗണ്ട് ടവറൊക്കെ ഉണ്ട് ഇവിടെ. റൗണ്ട് ടവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോപ്പൻഹാഗൻ സിറ്റിയൊക്കെ നന്നായിട്ട് കാണുന്ന ഒരു ഏരിയ ആണ്. പിന്നെ അമഗർ ട്രോവ് എന്നൊക്കെ പറയുന്ന ഒരു സെൻട്രൽ സ്ക്വയർ, അങ്ങനത്തെ 1-2 മെയിനായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെ ഉള്ളത്. ഇതൊക്കെ നമ്മൾ മുമ്പ് വന്ന പോലെ തോന്നിക്കുന്ന ഒരു ഏരിയ അല്ലേ ഇത് കംപ്ലീറ്റ്. നമ്മളിവിടെ നടന്ന് ഇതാണ് റൗണ്ട് ടവർ. നമ്മൾ ഈ കോപ്പൻഹാഗനിലെ മെയിനായിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഒരു ഏരിയ ആണിത്. ഈ റൗണ്ട് ടവറിൽ നമുക്ക് മുകളിൽ വരെ നമുക്ക് വേണമെങ്കിൽ പോവാം. ഇത് ഏതൊരു ചേർച്ചാണത്. ചേർച്ചിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ടവർ എന്നാണ് തോന്നുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9 തൊട്ടുള്ള ഒരു ടവർ.
ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കോപ്പൻഹാഗൻ ഏകദേശം എല്ലാ ഭാഗവും നമുക്ക് കാണാൻ പറ്റും. ഈ റൗണ്ട് ടവറിൽ കയറാൻ ടിക്കറ്റ് ഉണ്ടോ ഇല്ലയെന്നുള്ള അറിയില്ല. അവിടെ ഇങ്ങനെ കാണുന്നു ക്യൂ ഹിയർ റൗണ്ട് രണ്ടത്തേരാണ്. ആരും കാണുന്നില്ല അവിടെ. ആ ഇത് അവിടെ ഉണ്ട് ടിക്കറ്റ് ഉള്ളിലാണ്. നമ്മൾ ഈ റൗണ്ട് ടവറിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ടിക്കറ്റ് 17 വയസ്സ് വരെ ഫ്രീ ആണ്. അഡൾട്ടിന് 60 ക്രോണാണ്. ഇതെന്താണ് നമ്മൾ മുകളിൽ കയറുമ്പോൾ തന്നെ ഇതെന്താ ഈ പള്ളി ഉണ്ടല്ലോ, ഈ ചേർച്ച്. ഈ ചേർച്ച് ഇങ്ങനെ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ അങ്ങനെ കാണാൻ പറ്റും. മുകളിൽ കയറാം. ഇത് സ്റ്റെപ്പല്ലല്ലോ, ഇത് കയറ്റാണ് ഇങ്ങനെ. അപ്പോൾ ഈ റൗണ്ട് ടവറിൽ നമ്മൾ മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് പോകുമ്പോൾ ഇത് സ്റ്റെപ്പല്ല, റാമ്പാണ്. ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ റാമ്പ് 9 ഫ്ലോറും നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ പോകണം. മുകളിലെത്താനാവുമ്പോഴാ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ഇവിടെ. വുഡൻ സ്റ്റെപ്സ് ആണല്ലേ. എന്താ പിന്നെ ഇടുങ്ങിയല്ലോ അല്ലേ. മുകളിലേക്കുള്ള ഈ പിന്നെ ചെറുതായി. പിന്നെ ഒരു ചെറിയ സ്പൈറൽ സ്റ്റെയർ. ഓ നമ്മളിപ്പോൾ കോപ്പൻഹാഗൻ സിറ്റിയുടെ ഏകദേശം ഒരു മോൾ ഭാഗത്തായിട്ടുണ്ടാവും. ഇവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക് ഏകദേശം എല്ലാ ഏരിയയും കോപ്പൻഹാഗൻ്റെ. പക്ഷേ നമ്മൾ ഇതുപോലെ അല്ലായിരുന്നു അന്ന് UFS ടവറിൽ കയറിയതല്ലേ ബ്രാറ്റിസ്ലാവിൽ. അത് നല്ല ഹൈറ്റില്ല, പിന്നെ ഇതിനെക്കാട്ടി ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കണ്ടാവും ആളുകൾ ഇങ്ങനെ കാഴ്ച കണ്ടിങ്ങനെ ഇരിക്കുന്നതാണ്. വെയിലും കൊണ്ടിട്ട് ഈ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. വേറെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഈ വ്യൂ കാണാം. മുകളിൽ ഒരു 9-10 ഫ്ലോർ ഹൈറ്റിലുള്ള ഒരു ടവർ. ഇതിൻ്റെ മുകളിൽ നിന്നും അവിടെ കടലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് കാണുന്നില്ല കടൽ. അതാ പിന്നെ അവിടെ ഒരു ഗാർഡനൊക്കെ കാണാം. അത് കിങ്സ് ഗാർഡൻ ആകുന്നു. അവിടെ ഒരു കിങ്സ് ഗാർഡൻ കാണാം. ഒരു പാലസ് ഉണ്ട് അവിടെ. ആളുകൾ ഇരിക്കുന്ന ഒരു ലോൺ, ഒരു ഗാർഡൻ. അതല്ല ഇതുപോലെ നമ്മളെ ആ ഒരു ഏരിയ തന്നെയാണ്, സ്റ്റേഷൻ്റെ അടുത്താണ്. നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി. നമ്മൾ 10-15 മിനിറ്റ് അവിടെ നിന്നിട്ടുള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അങ്ങനെ ആ വ്യൂ ഇങ്ങനെ കാണാമെന്നുള്ളൂ. നമ്മൾ ഇറങ്ങാണ്. ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയിരിക്കല്ലോ ചില റാമ്പ് അതിനെ കൊണ്ട്. അമേൽ കമോൺ. റൗണ്ട് ടവറിനൊക്കെ ഇറങ്ങി അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു കിങ്സ് ഗാർഡൻ ഉണ്ട്. കിങ്സ് ഗാർഡൻ കണ്ടോ. കിങ്സ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാസിലും ഉണ്ട്. അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗാർഡനാണത്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ. എന്ത് വൃത്തിയുള്ളൊരു ഏരിയ എന്ന് അറിയത്. ഇതൊക്കെ ആ ബിൽഡിംഗ് ഒക്കെ നോക്ക്. ആ ബിൽഡിംഗ് നോക്ക്. നമ്മളൊരു വരച്ചു വെച്ച പോലെ അല്ലേ ഇത് അല്ലേ. ഒരുപോലെ 6:45 സമയം. ആള് കയറി കൂടി വരാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ മരങ്ങളൊക്കെ ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞിട്ടുള്ളൂ. വിൻ്റർ കഴിഞ്ഞ് എല്ലാം പൊയിഞ്ഞ് നീ ആയി വരണം. ഇവിടെ താഴൊക്കെ നല്ല പച്ചായിട്ടുണ്ട്. ഇനി മരങ്ങളൊക്കെ നല്ല പച്ചായി വരണം.
പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഗാർഡനിൽ കുറേ പിങ്ക് ഫ്ലവേഴ്സ് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് അത്. അല്ലേ ഇങ്ങനെ ഒരുപാട് ആണ്ടൂടെ കുറേ നായ്ക്കുട്ടികളെ കാണുന്നുണ്ടല്ലോ. പെറ്റ്സ് ഇവിടെ കണ്ട ഫ്ലവറൊക്കെ ആയിട്ട് വരുന്നത്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് പോയതാണ്. വിന്ററിൽ ഇങ്ങനെ ആയിട്ട് വരണം ഇതിൻ്റെ ഇലകളെല്ലാം. അപ്പോൾ നമ്മൾ കിങ്സ് ഗാർഡൻ ഇറങ്ങിയപ്പോൾ 7 മണിയായി. ഈവനിങ് ഇവിടെ ഇപ്പോൾ 8 മണി 8:30 മണിക്കൊക്കെയാണ് സൺസെറ്റ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു നൈഹാവൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. നൈഹാവൻ അതായത് ഒരു പോർട്ട് അല്ലെങ്കിൽ ഒരു വാർഫിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ്. നമ്മൾ കോപ്പൻഹാഗനിൽ അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയൊരു വാർഫ്. അതിൻ്റെ ബാക്കിൽ കുറേ ഒരു കളർഫുൾ ആയിട്ടുള്ള കുറേ റെസ്റ്റോറൻറ്റും ബിൽഡിങ്ങൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നല്ല ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയ ആണ് ഇവിടെ. പിന്നെ നമ്മൾ ഇതിലെ നടക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് അവിടെ 7-Eleven. നമ്മൾ എത്ര 7-Eleven ആയി എന്നറിയാം ഇവിടെ കാണുന്നത്. സാധാരണ ഇത് അധികം കാണൽ നമ്മൾ തായ്ലൻഡിലാണ് 7-Eleven. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ യൂറോപ്പിൽ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ഈ കോപ്പൻഹാഗനിലെ ഏരിയയിൽ ഒരുപാട് 7-Eleven കാണുന്നുണ്ട്. എന്താണ് വെച്ചാൽ ഒച്ച ഉണ്ടാക്കണ. പിന്നെ അവിടെ എന്തോ പാലസോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പ്രസിഡൻസ് പാലസ് ഇല്ലാത്ത തോന്നുന്നു. ഒക്കെ കണ്ട ഈവനിങ് ആയപ്പോൾ ഫുള്ളും ടൂറിസ്റ്റുകൾ. എല്ലാ റെസ്റ്റോറൻറ്റും ബാറും ഒക്കെ ഭയങ്കര ആക്റ്റീവായി. നമ്മളിപ്പോൾ ഇവിടെ നൈഹാവൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലെത്തി. കാരണം ഭയങ്കര ഒരു തിരക്കുള്ളൊരു ഏരിയ. അവിടെ ഇപ്പോൾ വന്നതിൽ നമുക്ക് കുറച്ചൊരു കൂടുതൽ തിരക്ക് കാണുന്ന ഇവിടെയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ കനാൽ ടൂർസൊക്കെ കാണാം. കനാൽ ടൂർസ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആണ്. നല്ല ക്രൗഡായിട്ടുള്ളൊരു ഏരിയ തന്നെ കേട്ടോ ഇത് നൈഹാവൻ എന്ന് പറയുന്ന. ഈവനിങ്ങിൽ ഇപ്പോൾ ഒരു 7:30 സമയം റെസ്റ്റോറൻറ്റും പിന്നെ ഇവിടെ ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോഫി ഷോപ്പ്. ഓ പിന്നെ ഇതാ കനാൽ ക്രൂസ്, കനാൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ. അവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കണ്ടില്ലേ, ഓരോ കളറ്, മഞ്ഞ, പച്ച, ചുവപ്പ്, ഓറഞ്ച്, നീല. ഒക്കെ കണ്ടില്ലേ, റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ്, ഓപ്പൺ ബാറ്. ഓ നല്ല ആൾ, നല്ല തണുപ്പുണ്ട്. ഈവനിങ് ഇപ്പോൾ ഒരു 7 മണിയായി. നല്ല തണുപ്പൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട് ഇപ്പോൾ. നമ്മൾ ആംസ്റ്റർഡാമിൻ്റെ ഒക്കെ ഒരു ഇതില്ലേ ഇവിടെ ഈ ഒരു കനാൽ. ആംസ്റ്റർഡാമിലേക്ക് നമ്മൾ പോയ ഏകദേശം അതേ ഒരു ഏരിയ തന്നെ, അതുപോലത്തെ ഒരു ഏരിയ തന്നെ. ഇപ്പോൾ ഇവിടെ സമയം 7:45. തണുപ്പ് നന്നായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിഞ്ഞ് നടക്കാൻ തീരുമാനിച്ചു നമ്മളെ ഹോട്ടലിൻ്റെ അവിടേക്ക്. അപ്പോൾ നമ്മളെ ഹോട്ടലിൻ്റെ അവിടേക്ക് പോകുമ്പോൾ തന്നെ ഇവിടെ സ്ട്രോഗറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. മെയിൻ സ്ട്രീറ്റാണ്, മെയിൻ ഒരു ഷോപ്പിംഗ് ഏരിയ. അപ്പോൾ നമുക്ക് ആ ബൈക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകൾ കാണും ചെയ്യാം. നമുക്ക് നേരെ നമ്മളെ ഹോട്ടലിൽ എത്തുന്നത് ചെയ്യാം തിരിച്ചിട്ട്. ഇതെന്താ ഖുറാനൊക്കെ ഒത്തുണ്ടല്ലോ ഇവിടെ. ചില ഖുറാനോത്ത് ആദ്യമായിട്ട് തന്നെ ഖുറാൻ ഓത്തൊക്കെ കേൾക്കണത്. ഇതെന്താ ഗിന്നസ് വേൾഡ് റെക്കോർഡ് മ്യൂസിയം. ഇവിടെ ഒരു മ്യൂസിയം കാണുന്നുണ്ട്, ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് മ്യൂസിയം. നമ്മൾ നടന്ന് ഇതാ ഏകദേശം നമ്മൾ ഇന്നിപ്പോൾ ഒരു
ഒരു 3-4 കിലോമീറ്ററോളം ഇപ്പം നടന്നു ഈവനിങ്ങിൽ. പക്ഷേ ഈ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ചിറ്റളവിൽ നിന്നാണ് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത്. ഇപ്പോൾ സമയം 8 മണി 8:30 മണിയായി. ഏകദേശം 8 മണി 8:30 ആകുമ്പോൾ തന്നെ ഇവിടെ കാലിയായി പോയിട്ടുണ്ട് ഈ ഏരിയയൊക്കെ. അപ്പോൾ നമ്മളെ ഈ ഫസ്റ്റ് ഡേ വീഡിയോ ഇനിയിപ്പോൾ നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളത്തെ വീഡിയോ ഇനി അതില്ലേ അടുത്തത്. നാളെ ചിലപ്പോൾ നമ്മൾ ഇവിടെ അത്യാവശ്യത്തിനുള്ള കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത് തന്നെയാണ് ഇവിടെ സ്വീഡനിലെ മാൽമോ എന്ന് പറയുന്ന സിറ്റി ഉള്ളത്, അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, അപ്പോൾ അത് ഏതായാലും അടുത്തതിൽ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.